പക്ഷെ ഇപ്പോഴും ഈ രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാകുന്നത് അങ്ങോട്ടേക്ക് ഒരു വഴിയില്ല, റോഡില്ല എന്നതാണ്. പക്ഷെ അപ്പോൾ നമുക്കുള്ളിൽ ഉയരുന്ന ഒരു സംശയം നട്രാജ്, ഈ സൾഫറും വെടിയുപ്പും പോലെ ഈ പടക്ക നിർമ്മാണത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കളൊക്കെ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തിച്ചു? ഇവർ തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഈ പടക്ക നിർമ്മാണശാലയിലേക്ക് ഒരു വഴിയില്ല അല്ലേ? അല്ല, പൂർണ്ണമായും വഴിയില്ലാത്തൊരു സ്ഥലമല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ആംബുലൻസും മറ്റും കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകാൻ സൗകര്യപ്രദമായ വഴികളുള്ള സ്ഥലമല്ല. പാടത്തിന് നടുവിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തന്നെയാണ് സാധാരണഗതിയിൽ ഇത്രയധികം വലിയ വെടിക്കോപ്പുകൾ നിർമ്മിച്ചുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. മുമ്പും ഈ പ്രദേശത്ത് നമ്മൾ വാർത്താ ഷൂട്ടിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുമ്പേ വന്നിട്ടുള്ളതാണ്. അപ്പോഴും ഒരു വാഹനം കടന്നു വന്ന് അവിടെ ഇറങ്ങി അല്പം നടന്ന് അകത്തോട്ട് പോയി ഇവിടെ ചെന്ന് വാർത്ത ഷൂട്ട് ചെയ്ത് മടങ്ങുകയാണ് പതിവ്. ഇന്ന് രാവിലെയും ആ തരത്തിൽ ചില മാധ്യമപ്രവർത്തകർ ഇവിടെ വരികയും ഇവിടെയുള്ള വെടിക്കോപ്പുകളുടെ തയ്യാറെടുപ്പുകളും മറ്റും ഷൂട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്തിരുന്നു. ഇവിടെ സൈഫുദ്ദീൻ ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മളെ നടുക്കുന്ന കാഴ്ചയാണ്. ഒരിക്കലും ഇത്തരത്തിൽ പടക്കം പൊട്ടിത്തെറിക്കുന്നത് കണ്ട് ആനന്ദിച്ച ആളുകളാണ് നമ്മളിൽ പലരുമെങ്കിലും ഇപ്പോൾ അവിടെ വർണ്ണരൂപത്തിൽ പൊട്ടി ഉയർന്നത് ആശങ്കയാണ് എന്ന് തന്നെ പറയണം. വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ അവിടെ പൊട്ടി ഉയർന്നത്. കാരണം ഇത്രയധികം പേടിച്ച് ഈ ജനത ഈ സൈഡിൽ നിൽക്കുന്ന ഒരവസ്ഥ സമീപകാലത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആ അർത്ഥത്തിലാണ് ഈ വെടിക്കോപ്പ് നിർമ്മാണം നടന്ന സ്ഥലത്തിൽ പൊട്ടിത്തെറി നടക്കുന്നത്. നമ്മളിവിടെ വന്ന് ഇത്രയധികം നേരം സംസാരിക്കുമ്പോഴും തുടർച്ചയായി പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു, വെടിക്കോപ്പുകൾ തുടർച്ചയായി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും തീ കത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പൂർണ്ണമായും നമുക്ക് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശങ്കയുടെ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. എന്താണ് ഇവിടെ ഇനി അടുത്തത് അധികൃതർക്കായി ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ചില പ്രദേശവാസികൾ ഇവിടെയുണ്ട്. തിരുവമ്പാടി വിഭാഗത്തിന്റെ പടക്ക നിർമ്മാണശാല കാലങ്ങളായി ഈ മേഖലയിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത്? നമുക്കിപ്പോ മുൻപ് കാലങ്ങൾ നമുക്ക് അങ്ങനെ അനുഭവത്തിൽ ഇങ്ങനെ പൂരത്തിന് വേണ്ടിയുള്ള പടക്ക നിർമ്മാണത്തിനിടെ ഇത്രയും വലിയ ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായത് സമീപകാലത്തൊന്നും നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ ഈ ഭാഗങ്ങളിൽ തന്നെയാണോ തിരുവമ്പാടിക്കാർ കാലങ്ങളായി പടക്ക നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇക്കുറി ഇതെന്തു പറ്റി എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഇനിയും വിശദമായ ഒരു പഠനത്തിന് ശേഷമൊക്കെ മനസ്സിലാവില്ല. എങ്കിൽ കൂടിയും അവിടെ കൂടിയ നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? ഉഗ്രമായ കഠിനമായ ചൂട് തന്നെയാകുമോ ഇങ്ങനെ ഒരു സ്ഫോടനത്തിന് കാരണമായത്? ഇപ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സൈഫുദ്ദീൻ, എന്താണ് അപകട കാരണം എന്ന കാര്യത്തിൽ കനത്ത ചൂട് കാരണമായിരിക്കാമെന്ന് നിഗമനത്തിലേക്ക് പോവുക അല്ലാതെ കൃത്യമായി എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യം വിശദീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നവരാരും തന്നെ നമുക്കിപ്പോൾ ലഭ്യമല്ലാത്തൊരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരത്തിൽ സംഭവിച്ചത്, എന്താണ് ഇതിന് കാരണം എന്ന കാര്യത്തിൽ കോസ് ഓഫ് ഇത് എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ കടുത്ത ചൂടായിരിക്കാൻ കാരണമെന്ന് പ്രദേശവാസികളും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അവരിവിടെ കാലങ്ങളായിട്ട് ഉള്ളവരാണ്, അവർക്ക് അറിയാവുന്നതുമാണ് ഇവിടെ എങ്ങനെയാണ് ഈ സ്ഥലത്തുണ്ടായിരുന്നത്. രാവിലെയൊക്കെ തന്നെ വലിയ ചൂടായിരുന്നു, രാവിലെയും തകൃതിയായി നിർമ്മാണം നടന്നിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ പല ഭാഗങ്ങളിലായി പൊട്ടിത്തെറി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും പൊട്ടിത്തെറി പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിനകത്ത് പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും ശബ്ദങ്ങളും നമുക്ക് കാണാം. അതിലേക്ക് പോകാം.